ശ്രീ പ്രശാന്ത് ആര്യ, ഇവിടെ അമിത്ഷാ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയുമ്പോഴും പ്രതിപക്ഷം അതിന് തയ്യാറാകുന്നില്ല. അപ്പോൾ ഈ സർക്കാരിനെ, ഈ സഭ തുടർച്ചയായി തടസ്സപ്പെടുത്തിക്കൊണ്ട് സർക്കാരിനെ പ്രതിപക്ഷം സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ ഈ പാർലമെന്റ് സമ്മേളനത്തിലെ ഇത്രയും ദിവസങ്ങളായി നടന്നു വന്ന പ്രതിഷേധത്തേക്ക് നോക്കി കാണുന്നത്? വളരെ നിർഭാഗ്യകരമാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ. ഈ പ്രധാനമന്ത്രി അതുപോലെ ആഭ്യന്തരമന്ത്രിയൊക്കെ തുടർച്ചയായിട്ട് 18 ദിവസം സഭയിൽ വരാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു അനൗചിത്യം തന്നെയാണ്. തീർച്ചയായിട്ടും അവർക്ക് മറ്റു പല ജോലികളും ഉണ്ടാകും. ഈ പറയുന്നത് പോലെ ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ പദവി വഹിക്കുന്ന ആൾ, തീർച്ചയായിട്ടും നമുക്കറിയാം നരേന്ദ്രമോദി 16 മണിക്കൂറൊക്കെ ജോലിയെടുക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുകൂലികളെല്ലാം സോഷ്യൽ മീഡിയയിൽ അടക്കം പങ്കുവയ്ക്കുന്ന വിവരം. ഇതുവരെ ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ ജോലിയെടുത്ത പ്രധാനമന്ത്രി എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും സഭയിൽ വരേണ്ടതാണ്, ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടതാണ്, അതിന് കൃത്യമായ മറുപടി പറയേണ്ടതാണ്. അതാണ് ജനാധിപത്യ മര്യാദ, അതിൽ ഒരു സംശയവുമില്ല. രണ്ടാമത്, പ്രതിപക്ഷത്തിൻ്റെ ജോലി ബഹളമുണ്ടാക്കലല്ല, ചോദ്യങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുക. ആ ചോദ്യങ്ങൾ ഏറ്റവും ഷാർപ്പായി, ഏറ്റവും മൂർച്ചയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. കാരണം നിങ്ങൾ ജനാധിപത്യത്തിൻ്റെയും ഈ ഭരണകൂടത്തിൻ്റെയും കൂടി സംരക്ഷകരാണ്, തിരുത്തൽ ശക്തികളാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ധർമ്മമുണ്ട്, അത് നിർവഹിക്കാൻ പ്രതിപക്ഷം തയ്യാറാകണം. അല്ലാതെ വെറുതെ അനാവശ്യമായി ബഹളം കൂട്ടലല്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ അതിലേക്ക് ചൂണ്ടിക്കാട്ടാം. കാരണം എൻ്റെ വാദങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതിന് മുമ്പ് തന്നെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ സജീവൻ സാറ് കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അത് വളരെ ശരിയാണ്. മറ്റു 3 പേരും അവരവരുടെ രാഷ്ട്രീയ നിലപാടുകൾ പറഞ്ഞു. അത് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അത് ഞാൻ അതിനെ മാനിക്കുന്നു. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇതാദ്യമല്ല ചോദ്യപേപ്പർ ചോരുന്നത്. ഇതിനു മുമ്പും നിരവധി തവണ കോൺഗ്രസ് ഭരണകാലത്തും BJP ഭരിച്ച കാലത്തും ഒക്കെ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. ആ ചോർച്ച, അതിലെ പഴുതുകളെല്ലാം അടച്ച് കുറ്റമറ്റ രീതിയിൽ പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് മോദി സർക്കാർ തന്നെ മുൻകൈ എടുത്ത് ഒരു കമ്മിറ്റിയെ നിയോഗിച്ച് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിന് പുറത്ത് നമ്മുടെ ഈ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അടയിരിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ആ റിപ്പോർട്ട് ശരിയായ വിധത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചില്ല. ഇപ്പോൾ ഒരു വലിയ സമരം വേണ്ടി വന്നു. ആ സമരം, വിദ്യാർത്ഥികൾ ആരംഭിച്ച സമരം ഹൈജാക്ക് ചെയ്യാൻ ആരൊക്കെ ശ്രമിച്ചു എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിനകത്ത് എന്തൊക്കെ പൊറാട്ട് നാടകങ്ങൾ നടന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും, അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. ഞാൻ പോട്ടെ, ഈ ഒരു കാര്യം ഒറ്റ വരിയിൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളുടെ കഴിവുകേടാണ് വിദ്യാർത്ഥികളെ കൊണ്ട് തെരുവിലിറക്കിച്ചത് എന്നേ ഞാൻ പറയുള്ളൂ. എന്തായാലും അങ്ങനെ ഒരു സംഭവമുണ്ടായി. ഭരണപക്ഷത്തിന് വീഴ്ചയുണ്ട്. തീർച്ചയായിട്ടും ഭരണപക്ഷത്തിൻ്റെ ആ വീഴ്ചയ്ക്ക് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ മന്ത്രി രാജിവെക്കണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ന്യായമായൊരു ആവശ്യമാണ്. അത് വിദ്യാർത്ഥികൾ മാത്രമല്ല, എല്ലാ ജനാധിപത്യ വിശ്വാസികളും അങ്ങനെ ആഗ്രഹിക്കുന്നതാണ്. നിരവധി BJPയെ പിന്തുണയ്ക്കുന്ന, അനുകൂലിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഈ ആവശ്യം വളരെ ശക്തമായിട്ട് ഉന്നയിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇരിക്കട്ടെ, അങ്ങനെ ആ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴും നടപ്പാക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചു. നടപ്പാക്കട്ടെ, നല്ല കാര്യം. പക്ഷേ ഇത്രയും കാലം എന്തുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രിയായിരുന്നപ്പോൾ ആ റിപ്പോർട്ട് നടപ്പാക്കിയില്ല? ഇത് ചോദിക്കേണ്ടത് ഞാനോ നിങ്ങളോ, നമുക്ക് പുറത്തുനിന്ന് ചോദിക്കാം. പക്ഷേ സഭയ്ക്കുള്ളിൽ ഈ ചോദ്യം ഉന്നയിക്കേണ്ടത് പ്രതിപക്ഷമായിരുന്നു. പ്രതിപക്ഷത്തെന്ന് ഒരാളെങ്കിലും ഈ ചോദ്യം ചോദിച്ചോ? ഈ ഭരണപക്ഷത്തെ മുൾമുനയിൽ നിർത്താമായിരുന്നല്ലോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ അവിടെ നിന്ന് വിയർത്തേനെ ഉത്തരം പറയാൻ കഴിയാതെ. പക്ഷെ അതിനുള്ള അവസരം പ്രതിപക്ഷം നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതുപോലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹത്തിൻ്റെ സഭയിലെ പ്രവർത്തികളെക്കുറിച്ചും പെരുമാറ്റത്തെക്കുറിച്ചും ഒന്നും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഒരു കാര്യം മാത്രം അതിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു പക്വതയുള്ള, ഒരു കൃത്യമായി രാഷ്ട്രീയം അറിയുന്ന, കൃത്യമായി ജനങ്ങളുടെ സ്പന്ദനം മനസ്സിലാക്കുന്ന, നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന തരത്തിൽ ഒരു അവരുടെ ആഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനും ഉയരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. ഇതൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് അവരാണ്. കാരണം
പ്രതിപക്ഷം ഇവിടുത്തെ തിരുത്തൽ ശക്തിയാണ്. ഭരണപക്ഷത്തിൻ്റെ തെറ്റുകളെ തിരുത്തേണ്ടത് ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ കൂടി ധർമ്മമാണ്. അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനാണ് അതിന് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വമുള്ളത്. ഭരണപക്ഷത്തെ തോന്നിയതുപോലെ ഭരിക്കാൻ കെട്ടഴിച്ചു വിടുന്നതല്ല നമ്മുടെ ജനാധിപത്യം. അവിടെ പ്രതിപക്ഷത്തിന് അതിൻ്റേതായ ഒരു ധർമ്മമുണ്ട്. അത് നിർവഹിക്കാൻ അവരും തയ്യാറാകണം. ഒരിക്കൽ കൂടി പറയുന്നു, ഭരണപക്ഷത്തെന്നാണെങ്കിലും ശരി, സഭയിൽ വരാതിരിക്കുന്നത് തീർച്ചയായിട്ടും അതിനകത്ത് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, അല്ലെങ്കിൽ ദുരൂഹതയുണ്ട്, അല്ലെങ്കിൽ അസ്വാഭാവികതയുണ്ട് എന്ന് തന്നെയാണ്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ അതൊരു മര്യാദയല്ല, അത് മാന്യതയുമല്ല.